അപ്പൂപ്പൻ്റെ പിണക്കൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങളെല്ലാവരും എല്ലാം കോംപ്ലിമെൻ്റ് ആക്കി ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തു. ഇന്ന് അപ്പൂപ്പൻ പറഞ്ഞു ഞങ്ങളുടെ നാടൊക്കെ കാട്ടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൂപ്പൻ്റെ ഗ്രാമത്തിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ അവരുടെ കൂട്ടുകാരൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. തലമുറകളായിട്ട് ഇങ്ങനെ ശർക്കര മേക്കിംഗ് ആണ് അവരുടെ മെയിൻ തൊഴിൽ വരുന്നത്. 3 തരം ശർക്കരയുണ്ട് കേട്ടോ. 1 തരം, 2 തരം, 3 തരം. മൂന്നാമത്തെ തരത്തിലാണ് നമുക്ക് ജീരകവും അതുപോലെ തന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കേട്ടോ. അതെനിക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ തന്നു കേട്ടോ കുറച്ച്. എന്നിട്ട് പറയാം വയറ്റിലത്തെ കൊക്കപ്പുഴുവിന് ഇതൊക്കെ നല്ലതാണ്. അവർ അർത്ഥം വെച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള കാശും കൂടി ആയിട്ടേ അവർ ആ കാറ് ബുക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇവർ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ പോയാലും വെഞ്ചിരിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ കൂടി കഴിഞ്ഞിട്ടേ അത് വെഞ്ചിരിക്കുള്ളൂ കേട്ടോ. ഇവിടെ ലുധിയാനയിൽ നമുക്ക് ഈ എലോയ് വീലുകളുടെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കാറ് മുതൽ വലിയ കാറുകൾക്ക് വരെ ഇവിടെ കിടിലൻ എലോയ്കൾ നമുക്ക് സിറ്റിയിൽ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും എനിക്ക് കഴിക്കാനുള്ള ഒരാഴ്ചയിലത്തെ ബസ്മതി റൈസ് നീ തീർത്തതാണ്. എന്തായാലും നിനക്ക് ഞാനൊരു കാര്യം ചെയ്തു തരാട്ടാ. നീ എന്തായാലും ഇവിടെ ജോയൽ സിംഗ് എന്നറിയപ്പെടുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് തലയിൽ ടർബാനൊക്കെ കെട്ടിയിട്ട് തന്നു കേട്ടോ. പിന്നെ ഞാനും ഒന്നും പറയാൻ നിന്നല്ല കേട്ടോ. അപ്പൂപ്പൻ്റെ ഒരു ആഗ്രഹമല്ല, അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.